Good morning YouTube and welcome to NGC Vlogs, and in this video today I'll be showing you the Taj Mahal. ഫ്ലാഷ്ബാക്ക്. നമ്മൾ താജ്മഹലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 100 rupees ആണ് 4 പേർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താജ്മഹലിലേക്ക് പറഞ്ഞത്. സോ വി ആർ ഗോയിങ് ടു താജ്മഹൽ. അവിടെ ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. എല്ലാവർക്കും കൈ തന്നിട്ട് അങ്ങനെ തന്നെ ആയിരിക്കുകയാണ്. വണ്ടി കൊണ്ടെടുത്തിട്ട് 1 മിനിറ്റ് പോലെ പുള്ളിയാക്കി പോകുന്നു. പുള്ളി സാധനം വാങ്ങാൻ പോയത്. അതായത് പാർക്ക് പോലെ ഉണ്ട് കേട്ടോ. അതുള്ള നമ്മുടെ കാട്ടില് പാർക്കിന്റെ അടുത്ത് ഐസ് സ്ഥലമല്ലേ, അവിടെ പാർക്കിന്റെ അടുത്ത് ശമ്പു ഓൾ ഫോർ കണ്ടന്റ്. നമുക്ക് ഓട്ടോ എടുത്ത് പോയാലേ? ഓട്ടോ എടുത്ത് നമുക്ക് പോയാലേ? ഡൽഹി പോലീസിനെ കാണാം. പുള്ളിക്ക് മാത്രം ഓടിക്കാൻ പറ്റൂ. പുള്ളിക്ക് മാത്രം ഓടിക്കാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ താജ്മഹൽ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ വന്ന ഓട്ടോ ഇതാണ്. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ചെരുപ്പിലിടാനായിട്ടുള്ളൊരു കവർ തന്നു. അത് നമ്മൾ കണ്ട വ്ളോഗിനകത്തെല്ലാം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഇനി ഇത് തന്നെ എന്തോ ഏതാ വഴിയിൽ കൊണ്ടിറക്കി വിട്ട് കഴിഞ്ഞാൽ മെട്രോയിൽ പൊക്കമെന്ന് പറഞ്ഞാണോ ഒന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും ഇവിടെ താജ്മഹൽ വെസ്റ്റ് ഗേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. 500 meter. സോ ഐ തിങ്ക് വി ഹാവ് ടു വാക്ക്. നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. കണ്ടില്ലേ, സംസാരിക്കുമ്പോൾ പുകയൊക്കെ പോകും. നമ്മൾ 7 degree temperature and we are here at താജ്മഹൽ മെട്രോ സ്റ്റേഷൻ. അത് ഓപ്പൺ ആണോ എന്നറിയില്ല. ആൻഡ് വി ആർ അറ്റ് ദ വെസ്റ്റ് ഗേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഓക്കെ, വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ പോസ്റ്റിൻ്റെ അടുത്തെല്ലാം അവർ തുപ്പിയേണ്ട സാധനമുണ്ട്. ഒരുപാട് ഇലക്ട്രിക് ഓട്ടോസ് ഇവിടെ കാണാം. നമ്മൾ നോർമൽ ഓട്ടോയിൽ തിങ്ങി തന്നെയാണ് വന്നത്. ഹായൊക്കെ തന്നിട്ട് പോവാണ്. 4 പേര് ഹായൊക്കെ തന്നിട്ട് പോകുന്നു. ഇവിടെ ഒരു പ്രതിമയുണ്ട്. ഇവിടെ കുറച്ച് ബോർഡ് കാണാം. പ്ലേസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മറിയം. ആരായി മറിയം? ഓക്കെ, താജ്മഹൽ. ഓക്കെ, സോ നമ്മൾ ആഗ്ര ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ബസ്സൊക്കെ കാണാം. നോ. ഓക്കെ, അവർ ടൂർ ഗൈഡ് വേണമെന്നാണ് ചോദിച്ചത്. നമ്മൾ താജ്മഹലിൻ്റെ വെസ്റ്റ് ഗേറ്റിലാണ്. ടൂർ ഗൈഡ് വേണമെന്നൊക്കെയാണ് അവർ ചോദിച്ചത്. അവിടെ വ്ളോഗേഴ്സ് വരുന്നുണ്ട്.
സോ ഇതാണ് താജ് മഹലിൻ്റെ വെസ്റ്റ് ഗേറ്റ് എൻട്രി വരുന്നത്. ഏൻഷ്യൻ ടെമ്പിൾ ഓഫ് ലോർഡ് ശിവ, സിദ്ധേശ്വര മഹാദേവ്. ഇവിടെ ബോട്ടിൽ വെൻഡിങ് മെഷീനൊക്കെ ഉണ്ട്. ഇതാണ് താജ്മഹൽ എൻട്രൻസ്. നമ്മുടെ ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തതാണ്, ഓൺലൈൻ ടിക്കറ്റ് എടുത്തതാണ്. സോ ഷുഡ് ബി ഈസി. സോ ഇതാണ് നമ്മുടെ താജ്മഹൽ വെസ്റ്റ് ഗേറ്റ്. വെസ്റ്റ് ഗേറ്റ് വഴി നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. നമ്മൾ താജ്മഹലിലേക്ക് പോവാണ്. അകത്ത് രാവിലെ ആയതുകൊണ്ടായിരിക്കും കുറച്ച് തിരക്കായി വരുന്നതേ ഉള്ളൂ. എൻട്രൻസിൻ്റെ അവിടെ കയറ്റത്തില്ല, എൻട്രൻസിൻ്റെ അവിടെ ബാഗേജ് ഒന്നും കയറ്റില്ലായിരുന്നു. നമ്മുടെ ബാഗിൽ പിന്നെ ഒന്നുമില്ല, ഫുഡും ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ അവർ കയറ്റിയത്. സോ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇതിൻ്റെ അകത്താണ് താജ്മഹൽ. താജ്മഹൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് മെയിൻ എൻട്രൻസ് ഐ തിങ്ക്. ഇതെല്ലാം ഒറ്റ കോറിഡോറാണ്. ഇതെല്ലാം ഒറ്റ കോറിഡോർ. ഇത് മെയിൻ എൻട്രൻസ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ബാക്കിൽ താജ്മഹൽ. ക്യാമറയിൽ എത്ര ക്ലിയർ ആണെന്ന് തോന്നില്ല, പക്ഷെ പുറത്ത് നമുക്ക് കാണാം. ഓക്കെ, സോ ഹുഡി ഓൺ ചലോ താജ്മഹൽ. So there we have the Juma Masjid and here we have the Taj Mahal. ഇപ്പോൾ കോട എത്തിയൊന്ന് മാറിയിട്ടുണ്ട്. ഇവിടെ താജ്മഹലിൻ്റെ ബേസിൽ നിന്ന് മഞ്ഞ് മാറിയിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ താജ്മഹൽ. അത് മെയിൻ എൻട്രൻസ്. ഇത് താജ്മഹൽ മെയിൻ സ്ട്രക്ചർ. ഇത് പള്ളി. എവിടേക്കാണ്? അവിടെ ആളിരിപ്പുണ്ട്. നോ വണ്ടർ ദിസ് ഈസ് എ വണ്ടർ. കാരണം അന്ധകാലത്ത് ഇന്ദക്കോലത്തിൽ ഒരു സാധനം പണിയാന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി എ വണ്ടർ.
താജ്മഹൽ കാലിയായിട്ടിരിക്കുകയാണ്, ഇവിടെ ആരുമില്ല. നമ്മൾ താജിന്റെ അകം കണ്ടിറങ്ങി. അകത്ത് വലുതായിട്ടൊന്നുമില്ല, കുറച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ആ ഹൈപ്പിന് അത്രയൊന്നും എനിക്ക് തോന്നിയില്ല. കൊള്ളാം. നമ്മൾ താജ്മഹലിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പോവുകയാണ്. അത് എൻട്രൻസ്, മെയിൻ എൻട്രൻസ്. ഇത് താജ്മഹൽ. അതാണ് സംഭവം. താജ്മഹൽ ഇന്ന് തിരക്കില്ലാത്തതല്ല, നമ്മൾ കുറച്ച് അതിരാവിലെ വന്നതുകൊണ്ടാണ്. നമ്മളൊരു 6:30 ടൈമിലേക്ക് നമ്മളിവിടെ എത്തി. അതുകൊണ്ടാണ് നമുക്ക് എളുപ്പം കയറാനും ഒക്കെ പറ്റിയത്. ഇപ്പം അത്യാവശ്യം നല്ല തിരക്കാവുന്നുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കണം. നമ്മൾ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നമ്മൾ കയറിയ സമയത്ത് സെക്യൂരിറ്റിക്കാരെ നമ്മളെ പൊക്കിയായിരുന്നു. നമ്മുടെ ബാഗിൽ കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഐറ്റംസ് അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി പൊക്കിയായിരുന്നു. അപ്പോൾ അന്നേരം ആപ്പിളും ഏത്തപ്പഴവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ചു. അവർ കേരളം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കേരളത്തിലെ വാഴപ്പഴമൊക്കെ അവർ ഭയങ്കര ഫാനാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്ന്. പിന്നെ നമ്മുടെ അടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു, കളയണ്ട കഴിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വന്നെയാണ്. താജ്മഹലെല്ലാം കണ്ടു. ഇനിയിപ്പോൾ സമയം അറൗണ്ട് 10-17 ആയിട്ടുണ്ട്. ഇനി പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം, അതാണ് പ്ലാൻ. ഇപ്പോൾ മൂടൽമഞ്ഞ് മാറിയിട്ടുണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ തണുപ്പത്ത് ഇങ്ങനെ പോവുകയാണ്. ജസ്റ്റ് ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ജാക്കറ്റ് അല്ല, ഒരു സ്വെറ്റർ പോലത്തെ. നമ്മൾ ഇത്രയും തണുപ്പ് പ്രതീക്ഷിച്ചില്ല. നമ്മൾ വിചാരിച്ചൊരു 16 ഡിഗ്രി എന്നാണ് നമ്മൾ വിചാരിച്ചത്. നല്ല തണുപ്പാണ്.